our family, Mia. താങ്ക് യു കാര്യമായിട്ട് വെൽക്കം പറയേണ്ട കാര്യമില്ല. ഞാനിപ്പോ അമൃത ഫാമിലിയുടെ ഒരാളായതുകൊണ്ട് അതെല്ലോ, അതുകൊണ്ടാണല്ലോ ഞാൻ വെൽക്കം ടു അവർ ഫാമിലി എന്ന് പറഞ്ഞേ. അതെ, താങ്ക് യു. എങ്ങനെ പോകുന്നു ഷോ ഒക്കെ? സൂപ്പർ ഫാമിലിയൊക്കെ അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കുറെ നല്ല ഫാമിലീസിനെ പരിചയപ്പെടാൻ പറ്റി. പ്രേക്ഷകരല്ലേ? അതെ, ഒത്തിരി കഴിവുള്ള ആൾക്കാര്, കുറെ കഴിവുള്ള ആൾക്കാര്, അവർക്ക് നമ്മളൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി. മിക്കപ്പോഴും എന്താ സംഭവിക്കുന്നത് വെച്ചാൽ പേരൻസ് ഒക്കെ കലാകാരന്മാരായിരിക്കും, പക്ഷെ അവർ മക്കളെ പഠിപ്പിക്കുന്നു, മക്കളെ പ്രോത്സാഹിപ്പിക്കുന്നു, മക്കൾക്ക് വേദികൾ ഒരുക്കുന്നു, അങ്ങനെ പോകുന്നു. പക്ഷേ ഈ സൂപ്പർ ഫാമിലിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാല് പേരൻസിനും കൂടെ ഒരുമിച്ച് ഓപ്പർച്യൂണിറ്റി, അവരുടെ ആഗ്രഹങ്ങൾ. അപ്പൊ ചിലരൊക്കെ വന്നവര് പറഞ്ഞത് ഞങ്ങൾ ആദ്യമായിട്ടാണ് 4 പേരും കൂടെ ഒരു വേദിയിൽ ഒരുമിച്ച് ഇങ്ങനെ നിൽക്കുന്നത്. പക്ഷെ അതൊക്കെ ഒരു ശരിക്കും നല്ലൊരു മൊമെന്റ് ആണ്, നല്ലൊരു മൊമെന്റ് ആണ്. അപ്പൊ അവർക്ക് തന്നെ എന്താ പറയുന്നത്, അവരുടെ ലൈഫിലെ ഒരു സന്തോഷമുള്ളൊരു മൊമെന്റ് ആണ്. 4 പേരും കൂടെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് ഇങ്ങനെ സത്യം. അതിൽ തന്നെ അവർക്ക് ഒരു ഭയങ്കര മോട്ടിവേഷൻ ഉണ്ടാവും. നാളെ നമ്മുടെ ഫാമിലി ഇങ്ങനെ ആവണം, മറ്റടുത്ത് 10 പേര് അറിയണം എന്നൊക്കെയുള്ളൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. ഇനി കഴിഞ്ഞ പ്രാവശ്യം മിയ പോയി, ഞാനൊരു കാര്യം പറയട്ടെ. കഴിഞ്ഞ പ്രാവശ്യം മിയ പോയപ്പോ ആ വഴക്കൊക്കെ തീർന്നു, അത് മാച്ചു കളഞ്ഞു, ആ ഉമ്മയിലെല്ലാം മാഞ്ഞു പോയി എനിക്ക്. അതല്ല, ഒരു വ്യത്യാസം ഉണ്ടറിയോ? കഴിഞ്ഞ പ്രാവശ്യം മിയ വന്നു പോയാലും ഇപ്രാവശ്യം വന്നേലും നമ്മളൊരു വ്യത്യാസം, ഡിഫറൻസ്. കല്യാണം കഴിച്ചു, അതെല്ലാവർക്കും അറിയാലോ അല്ലെ? ഇപ്രാവശ്യം നമ്മൾ രണ്ടേ ഒരേ ഒരു സ്ഥാനത്തിലൂടെ ഇപ്പൊ നടക്കുന്നേ. മദർഹുഡ്. യെസ്. കഴിഞ്ഞ പ്രാവശ്യം മിയ വന്നപ്പോ ഒന്നുമില്ല, ഇപ്രാവശ്യം വന്നപ്പോ സിംഗിൾ ആയിരുന്നു, പിന്നെ മാരീഡ് ആയി, മദറായി. ആ ഒരു ജേർണി എങ്ങനെയായിരുന്നു? ബിക്കോസ് ബീങ് എ സെലിബ്രിറ്റി നമ്മൾ ആ ഒരു ജേർണി ഇസ് എൻറ്റയർലി ഡിഫറെന്റ് അല്ലേ? നമുക്ക് ഒരിക്കലും വി കാൻ നെവർ കമ്പയർ ദാറ്റ് വിത്ത് നമ്മുടെ ഈ ഒരു ഫേമസ് സെലിബ്രിറ്റി വെച്ച് ഒന്നും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ടോട്ടലി ഡിഫറെന്റ്, ഒരു റിലേറ്റഡും അല്ല അതുമായിട്ട്. അപ്പൊ നമ്മുടെ അതിനകത്ത് നമ്മൾ വെരി പ്രാക്ടിക്കൽ ആണ് അല്ലെ? ആ ഒരു സത്യം പറഞ്ഞ ആ ഒരു ഡിഫറൻസ്, ആ ഒരു ജേർണി അല്ലെങ്കിൽ ആ ഒരു സ്റ്റെപ്പ് ആക്ച്വലി അത്ര ഈസി ആയിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈസി എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ഒരു സ്ട്രഗിൾ ഉണ്ടാവുമല്ലോ. അപ്പൊ എന്റെ കൊച്ച് 7ാം മാസം ജനിച്ചതായിരുന്നു. അപ്പൊ ആദ്യമത്തെ ഒരു 25 days അവൻ NICU തന്നെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ടൊക്കെയാണ് അവന് 2 kg ഒക്കെ ആയത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ അങ്ങനെ ഫീഡ് ചെയ്യാനൊക്കെ ഡിഫിക്കൽറ്റി ഉണ്ട്. നമ്മളിങ്ങനെ വായിൽ ഒഴിച്ചു കൊടുക്കണം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് അവൻ ആ വെയിറ്റ് ഗെയിൻ ഒക്കെ വന്നതും നോർമൽ ഒരു എന്താ പറയുന്നത് ഒരു ഈസി വേയില് കാര്യങ്ങൾ വന്നത്. അപ്പൊ ആദ്യമത്തെ ഇനീഷ്യൽ സ്റ്റേജിൽ കുറച്ച് നമ്മൾ കൂടുതൽ അറ്റൻഷൻ, യൂഷ്വൽ ടേമിലുണ്ടായ പിള്ളേരെക്കാളും കൂടുതൽ അറ്റൻഷനും കൂടുതൽ കെയറും ഒക്കെ അവന് ആവശ്യമുണ്ടായിരുന്നു. മിയ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നോ മോന്റെ? ഞാൻ ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പം മറ്റേ ഇൻക്യുബേറ്ററിലായിരുന്നപ്പം ഞങ്ങൾ അവിടെ ഹോസ്പിറ്റലിൽ തന്നെ സ്റ്റേ ചെയ്തു. വേറെ റൂമിൽ ഫീഡിംഗ് ടൈം മാത്രം മിയാത്ത് പോണം. അത് എക്സ്പ്രസ് ചെയ്ത് കൊച്ചിന് കൊടുക്കുകയായിരുന്നു. ചുരുക്കം പറഞ്ഞാൽ വലിയ 2 ആഘോഷങ്ങൾ അങ്ങ് ചെറുതായിട്ട് പോയി. കല്യാണം, മാമോദീസ, ഡെലിവറി, ഇതെല്ലാം ആ ഒരു കോവിഡ് ടൈമിൽ കഴിഞ്ഞുപോയി.